നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന സംഭവം വീട്ടിലെ മുൻവാതിലിൽ വൈദ്യുതി കടത്തിവിട്ട നിലയിൽ കണ്ടെത്തി. വാതിൽ തുറക്കുന്നതിനിടെ തന്നെ 13-കാരനായ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. നെയ്യാറ്റിൻകര മഞ്ചവിളാകം നുളഞ്ചോളത്ത് ഗ്രേസ് വില്ലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന രമ്യയുടെ മകൻ 13 വയസ്സുകാരനായ അലനാണ് ഷോക്ക് ഏറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെ വീടിന്റെ മുൻവാതിൽ തുറക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. സംഭവ സമയത്ത് വീട്ടിൽ രമ്യയും മക്കളായ അലനും അഭിനും മാത്രമാണ് ഉണ്ടായിരുന്നത്. രമ്യ തയ്യൽ തൊഴിലാളിയാണ്. രാത്രി 1 മണിവരെ തുന്നൽ ജോലിയിൽ തിരക്കിലായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷം അലനാണ് പതിവ് പോലെ തന്നെ മുൻവാതിൽ തുറക്കാൻ ശ്രമിച്ചത്. ഈ ശ്രമിക്കുന്നതിനിടയിലാണ് ശക്തമായ ഷോക്ക് ഏറ്റത്. കുട്ടിയുടെ നിലവിളി കേട്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. വൈദ്യുതി മീറ്റർ ബോർഡിൽ നിന്നുകൊണ്ട് മുൻവാതിലിലെ ഇരുമ്പ് ലോക്കിലേക്ക് വൈദ്യുതി ബന്ധം നൽകിയ നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. ഇത് നാട്ടുകാരിലും പ്രദേശവാസികളിൽ പോലും വലിയ രീതിയിലുള്ള ആശങ്ക അത് ഇടയാക്കിയിരിക്കുകയാണ്. സംഭവത്തെ തുടർന്നുകൊണ്ട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്നുകൊണ്ട് അവിടെ മാരായിമുട്ടം പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പരിക്കേറ്റ അലനെ ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വാതിൽ തുറന്നപ്പോഴാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. പിന്നീടാണ് വൈദ്യുതി ലോക്കിലേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതായി തന്നെ കണ്ടെത്തുന്നതും. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ്. അന്വേഷണം ഇതോടുകൂടി തന്നെ പോലീസ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈദ്യുതി മനഃപൂർവ്വം കടത്തി വിട്ടതാണോ അല്ലെങ്കിൽ അപകടകരമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രദേശവാസികൾക്കടക്കം ചിലത് പറയാനുണ്ട്. അവരുടെ പ്രതികരണം ഒന്ന് നോക്കാം. ഞങ്ങൾ ഈ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്. അവരുടെ ബഹളം കേട്ടാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കിയത്. അപ്പോൾ മെയിൻ സ്വിച്ചിൽ നിന്ന് ഒരു ഒയർ കണക്ഷൻ കൊടുത്ത് ഫ്രണ്ട് ഡോറിലോട്ട് ചുറ്റി ആ ഒയർ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വന്ന് ഡോറ് തുറന്നപ്പോഴാണ് ആദ്യം ഷോക്ക് ഏറ്റത്. ആ കുഞ്ഞിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതാരാണ് ചെയ്തതായാലും ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ഈ അപകടം നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ പേടിയിലാണ്. ഇതാരാണ് ചെയ്തത്, അവരെ നമുക്ക് എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവിടെയാണെങ്കിൽ എൻ്റെ മകളും 2 കുഞ്ഞുങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മൂത്ത കുഞ്ഞ് വന്ന് കഥ തുറന്നപ്പോൾ പിന്നെ ഷോക്കേറ്റതും പിന്നെ ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണം കണ്ടതും. എന്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. മുളയ്ക്കോണം സ്വദേശിയായ രമ്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവരുടെ ഭർത്താവ് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിൽ നിന്നും തെറ്റി മറ്റ് ഒരു വീട്ടിലാണ് താമസം. ഇവർ ഈ അടുത്ത കാലത്താണ് ഈ വീട് വെച്ച് ഇവിടെ താമസമായത്. ഇന്ന് രാവിലെ രമ്യയുടെ മകൻ മൂത്ത കുട്ടി 13 വയസ്സുള്ള അലൻ വീടിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഡോറിൽ പിടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവന് ഷോക്കേറ്റത്. ഉടനെ തന്നെ രമ്യയുടെ സഹോദരനെ അവർ ഫോൺ ചെയ്ത് ഷോക്കുണ്ടെന്ന് അറിയിക്കുകയും പുള്ളി വന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും മെയിനിൽ നിന്ന് ഒരു വയർ പിടിച്ചു കൊണ്ടുവന്ന് ഈ ലോക്കിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ലോക്കിൽ വന്ന് അകത്ത് തുടങ്ങുമ്പം തന്നെ ഷോക്ക് അടിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ മാരാമട്ടം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് വയർ മാറ്റി കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പേരെന്താണ്? ഞാൻ മഞ്ചോളാഞ്ചേകുമാർ.